ഹല്ലേലൂയ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? ഇന്ന് നമ്മളൊരു തിരുവചനമാണ് ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. 1 തിമോഥെയോസിൻ്റെ പുസ്തകത്തിൽ നിന്നും 6-ാമത്തെ അധ്യായത്തിൽ 11 മുതലുള്ള തിരുവചനങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ മനോഹരമായിട്ടുള്ളൊരു തിരുവചന ഭാഗമാണ് ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഹെഡിങ് തന്നെ ഇതാണ്: വിശ്വാസിയുടെ പോരാട്ടം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടിയകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നമിക്കുക. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേകം സാക്ഷികളുടെ മുമ്പാകെ നീ ഇത് ദൃഢമായി ഏറ്റുപറഞ്ഞിട്ടുള്ളതാണല്ലോ. എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും പന്തിയോസ് പിലാത്തോസിൻ്റെ മുമ്പിൽ സത്യത്തിന് സാക്ഷ്യം നൽകിയ യേശുക്രിസ്തുവിൻ്റെയും സന്നിധിയിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതുവരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യോന്യമായും നീ കാത്തു സൂക്ഷിക്കണം. വാഴ്ത്തപ്പെട്ടവനും ഏക പരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും. അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടത്തേക്ക് ഉള്ളതാണ്. ആമേൻ. ഈ ലോകത്തില് ധനവാന്മാരോട് ഔദത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കുവാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉത്ബോധിപ്പിക്കുക. അവർ നന്മ ചെയ്യണം, സൽപ്രവർത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളുമായിരിക്കുകയും വേണം. അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുന്നതിന് അവർ തങ്ങളുടെ ഭാവിക്ക് ഭദ്രമായ അടിത്തറ പണിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലയോ തിമോഥെയോസേ, നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക. അധാർമികമായ വ്യർത്ഥ ഭാഷണത്തിൽ നിന്നും വിജ്ഞാനഭാസത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഇവയെ അംഗീകരിക്കുക മൂലം ചിലർ വിശ്വാസത്തിൽ നിന്നും തീർത്തും അകന്നു പോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ ഒരു വചനഭാഗമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. നമുക്കറിയാം, ഒരു വിശ്വാസി എന്ന് പറയുന്നത് ശരിക്കും ഒരു ജീവിതത്തിൽ വലിയൊരു ആത്മീയമായിട്ടൊരു പോരാട്ടം തന്നെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. എനിക്ക് തോന്നുന്നു ഓരോ ദൈവിക മനുഷ്യനും ഓരോ ദിവസവും പോരാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മുടെ ലോകം മുഴുവനും പൈശാചിക തിന്മകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. നമ്മൾ ഓരോ ദിവസവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ സങ്കടകരമാകുന്ന വാർത്തകളാണ്. പക്ഷെ അതിൽ പകുതിയും നമുക്കിന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊന്നും വെളിപ്പെടുത്തി കിട്ടുന്നില്ല. ഭൂരിഭാഗവും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ നമ്മുടെ ഈ ലോകം ശരിക്കും പൈശാചികമായിട്ടുള്ള വലിയ ഇരുട്ടിൻ്റെ മറവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതിനിടയിലാണ് നമ്മൾ വിശ്വാസികൾ ഈ സാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ പൈശാചിക മണ്ഡലവുമായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, ദൈവിക മനുഷ്യനായിട്ടുള്ള നീ ഇവയിൽ നിന്നുമെല്ലാം അകലണം. എന്തിൽ നിന്നുമാണ് നമ്മൾ അകലേണ്ടത്? നമുക്ക് നോക്കാം എന്താണ് കർത്താവ് ഇവിടെ നമ്മളോട് പറയുന്നതെന്ന് നോക്കാം. ഒന്നാമത്തത് എന്താണ്? ഈ ലോകത്തേക്ക് വരുന്ന വ്യാജ പ്രബോധകർ അല്ലേ? വ്യാജ പ്രബോധകർ. കഴിഞ്ഞ ദിവസം ഞാനൊരു ടോക്ക് ഇട്ടപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു, ഒരുപാട് പ്രവാചകന്മാരുണ്ട്. അവർ പറയുന്നത് നമുക്കൊരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ കൺഫ്യൂഷൻ നമ്മളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാനായിട്ട് ഈ ടോക്കൊക്കെ കേൾക്കുന്നതിലൂടെ നമ്മളത് വിശ്വാസത്തിൽ നിന്നും നമുക്ക് വ്യതിചലിക്കാനായിട്ട് ഇടവരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് തോന്നിയാൽ നിങ്ങൾ വചനം എടുക്കുക, ഈ വചനത്തിനുള്ളിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും നല്ല കൃപയുള്ള ആത്മീയ ശുശ്രൂഷകരുമായിട്ട് നിങ്ങൾ കാര്യം പങ്കുവെക്കുകയും നിങ്ങളുടെ ആ അനുഭവം, അതായത് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ഒരു ഡൗട്ട് നിങ്ങൾ തിരുത്തുകയും വേണം. കാരണം വ്യാജ പ്രബോധനം വഴി നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായിട്ട് ഇവിടെ ഈശോ പറയാണ്, ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്നെല്ലാം അകലണം. അതായത് വ്യാജ പ്രബോധകരുടെ കാലഘട്ടമാണ്.
അപ്പോൾ വചനത്തിൽ നിന്ന് ആരെങ്കിലും ഇതിൽ നിന്നും വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ. ഇതിൽ നിന്നും അസൂയയും വഴക്കും അപവാദവും ദുസംശയങ്ങളും ഉണ്ടാകുന്നു. ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും ഇതിൻ്റെ ഫലമത്രേ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഹല്ലേലൂയ. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങൾ നിബന്ധിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഈ വചനം നമ്മളോട് പറയുകയാണ്, വ്യാജ പ്രബോധനം മൂലം ഒരുപാട് ദൈവമക്കൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണത്? നമുക്ക് ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടാൽ പോരെയെന്ന്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്, സമ്പത്ത്, ധനവാൻ. ഏറ്റവും കൂടുതൽ ധനവാന്മാരാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ പ്രലോഭനത്തിൽ ചെന്ന് വീഴുന്നത്. സത്യമല്ലേ? നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ ഉണ്ടാക്കാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി, അല്ലേ? സമ്പത്തുണ്ടെങ്കിലാണ് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സമ്പത്തുണ്ടാകാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുകയാണ്, അല്ലേ? സമ്പത്തില്ലാതെ ഏതെങ്കിലും മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ സമ്പത്ത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? സമ്പത്ത് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് അറിഞ്ഞ് കൈകാര്യം ചെയ്ത് വേണം അതിനെ ദുരുപയോഗം ചെയ്യാനായിട്ട്, അതിനുപയോഗിക്കാനായിട്ട്. ഹല്ലേലൂയ. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ സമ്പത്തിനെ വിനിയോഗിച്ചാലോ? അപ്പോൾ ഈശോ പറയുക എന്താണ്? ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണെന്ന്. അപ്പോൾ ഇവിടെ ഈശോ പറയുകയാണ്, ഈ ദൈവഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു നേട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ശരിക്കും യഥാർത്ഥത്തിൽ ദൈവത്തിൽ വസിക്കുന്നവൻ. ഹല്ലേലൂയ. അവന് പരാതികളില്ല, പരിഭവങ്ങളില്ല. വീണ്ടും വീണ്ടും ഈ കുറ്റവും കുറവും പറഞ്ഞു നമ്മൾ കാണാറില്ലേ? ചില കുടുംബങ്ങളിലൊക്കെ എന്നും കാണുന്ന ഒന്നാണ് ഈ പരാതി പറച്ചിൽ. തികയുന്നില്ല എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇവിടെ ഈശോ നമ്മളോട് പറയുന്ന എന്താണ്? വസ്ത്രവും ഭക്ഷണവും ഉണ്ടെങ്കിൽ നമുക്കത് മതി ജീവിക്കാൻ. പിന്നെ എന്താണ് ഈശോ പറഞ്ഞത്? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് യഥാർത്ഥ ദൈവഭക്തൻ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? സമ്പത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടിയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഓടി ഒളിക്കുക. വ്യാജ പ്രബോധനം വഴിയും ദൈവത്തിൻ്റെ വചനം വിറ്റുമൊക്കെയാണ് ഇന്ന് ആളുകൾ ഒരുപാട് പ്രവാചകന്മാരാണെന്നും പറഞ്ഞ് ഒത്തിരി പേര് കാശ് വാരുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപാട് പേര്. എനിക്കറിയാവുന്നൊരു കുടുംബമുണ്ട്. അവരിതുപോലെ അവർക്ക് യേശുവിൻ്റെ ഒരു സുവിശേഷത്തിലേക്ക് ചേരാനാണെന്നും പറഞ്ഞിട്ട് മറ്റൊരു സഭക്കാർ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് അവരതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവരുടെ കുടുംബം മൊത്തത്തിൽ അവർക്ക് ഭവനം പോലും ഇല്ലാതെ അവർ നഷ്ടപ്പെടുത്തേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് വരികയുണ്ടായി. അതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് നമ്മൾ ഈശോ പറഞ്ഞതുപോലെ കേൾക്കുക. ഉള്ളതുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ആ പാത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. നിങ്ങൾക്കിന്ന് ഭക്ഷിക്കാൻ ദൈവം എന്തെല്ലാം തന്നിട്ടുണ്ടോ നിങ്ങൾ നോക്കിക്കേ. എന്നിട്ട് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. ഇച്ചിരി ഉള്ളെങ്കിൽ കൂടിയും പരാതി പരിഭവങ്ങളും പറയല്ല വേണ്ടേ. കർത്താവിനോട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ ഈശോയുടെ മുന്നിലാണ് ബോധ്യപ്പെടുത്തേണ്ടത്. നമ്മൾ നന്ദി പറയുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ, വ്യാജ പ്രബോധകരെ നമ്മൾ എന്ത് ചെയ്യണം? അകറ്റി നിർത്തുക. സമ്പത്തിനെ നമ്മൾ അകറ്റി നിർത്തുക. കേട്ടോ? ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുമെന്ന് കർത്താവ് നമ്മളോട് പറയുക. എന്നിട്ട് ഈശോ നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിൽ നിന്നൊക്കെ ഒരു ദൈവിക മനുഷ്യനായ നീ ഓടി അകന്നുകൊള്ളണം, ഓടിപ്പൊക്കോണം. ഹല്ലേലൂയ. തിന്മ എവിടെ കണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഓടിപ്പൊക്കോണം, അതിൽ വീഴരുത്. എന്നിട്ട് ഈശോ പറഞ്ഞ് നമുക്ക് ഉത്തരം തരുവാണ് കേട്ടോ. ഇതിനെല്ലാം ഈശോ ഉത്തരം പറയുക: നീതി, ദൈവഭക്തി,
വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നമിക്കുക. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അനേകം സാക്ഷികളുടെ മുമ്പാകെ നീ ഇത് ദൃഢമായി ഏറ്റുപറഞ്ഞിട്ടുള്ളതാണല്ലോ. എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും പന്തിയോസ് പിലാത്തോസിൻ്റെ മുമ്പ് സത്യത്തിന് സാക്ഷ്യം നൽകിയ യേശുക്രിസ്തുവിൻ്റെ സന്നദ്ധിയിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിന് പ്രത്യക്ഷപ്പെടുന്നതുവരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യോന്യമായും നീ കാത്തു സൂക്ഷിക്കണം. കണ്ടോ, നമ്മൾ മുത്തുപോലെ അല്ലെങ്കിൽ നമ്മൾ രത്നം പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രമാണങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിശാചു വന്നിട്ട് എടുത്തിട്ട് പോകും. പ്രൈസ് ദി. ഈശോ നമ്മളോട് പറഞ്ഞില്ലേ, വയലിൽ വീണ വിത്ത്, വഴിയരികിൽ വീണ വിത്ത്, മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത്, അല്ലേ? അതൊക്കെ എന്താകുന്നു? സാത്താൻ വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നല്ല നിലത്ത് വീണ വിത്തോ 30 മേനിയും 60 മേനിയും 100 മേനിയും ഒക്കെ ആയിട്ട് വിളവ് നമുക്ക് നൽകി കഴിഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ പറയാ, നമ്മളിൽ നിന്നും ഈ പൈശാചിക അരൂപികളിൽ നിന്നും, തിന്മ കാണുന്നിടത്ത് നിന്ന്, തിന്മ ചെയ്യുന്നിടത്ത് നിന്ന്, തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന്, പ്രവൃത്തികളിൽ നിന്ന്, തിന്മയുടെ മക്കളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഓടിപ്പോകണം. നിങ്ങൾ ഓടി അകന്നുകൊള്ളുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ നിങ്ങളുടെ ഉള്ളിൽ വേണം. സത്യം മാത്രം നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. നിങ്ങൾ സ്നേഹം വേണം. പിന്നെ സ്ഥിരത വേണം. സ്ഥിരത എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. അതുപോലെ തന്നെ നീതി നമ്മൾ പ്രവർത്തിക്കുക, വിശ്വാസം മുറുകെ പിടിക്കുക. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുക. അവിടെ നല്ലതെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം. നല്ലത് മാത്രം ചെയ്യുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക, നല്ലത് മാത്രം കാണുക. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും നമ്മൾ ഓടിയകന്നു കൊള്ളണമേ. ഇല്ലാന്നുണ്ടെങ്കിൽ പിശാചിൻ്റെ വലയത്തിലേക്ക് നമ്മളും ചെന്നു പോകും. സമ്പത്ത് വേണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു തവണ, അത് ഒന്നുമില്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം അവൻ്റെ ജീവിതത്തിൽ കുറച്ച് പൈസ നമ്മുടെ കൈ കിട്ടുമ്പോഴേക്കും നമുക്ക് വലുത് കിട്ടിയതുപോലെയാണ്. പിന്നീട് നമ്മൾ ജീവിക്കാനുള്ള തത്രപ്പാടിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പൈസ ഉണ്ടാക്കാനായിട്ടാണ് എല്ലാവരും ഓടുന്നത്. ഈ സമ്പത്തിൻ്റെ പുറകെ നമ്മൾ ഓടുന്നത് നല്ലതാണ്, പക്ഷേ ഓടും തോറും നമുക്ക് ഇതിനോടുള്ള ആർത്തി കൂടിക്കൊണ്ടിരിക്കും. അതാണ് പണം എന്ന് പറയുന്ന സാധനം. ഹല്ലേലൂയ. പക്ഷേ അതിൻ്റെ ഉപയോഗവും അതെന്തിനു വേണ്ടി എങ്ങനെ ഉപയോഗിക്കണമെന്നൊരു കണക്കൂട്ടിലൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ വ്യക്തി പിന്നെയും ഉയരങ്ങളിലേക്ക് പോകത്തേ ഉള്ളൂ. ഹല്ലേലൂയ. മറിച്ചാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ അഹങ്കരിക്കുകയും അവിടെ നമ്മൾ ദൈവത്തെ പഴിചാരിക്കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം? സത്യത്തിനും നീതിക്കും എതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടെയാണ് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു യഥാർത്ഥ ദൈവഭക്തനായിട്ട് നല്ലൊരു വിശ്വാസത്തിൻ്റെ പോരാട്ടമായിട്ട് മുന്നോട്ടേക്ക് പോവുക. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ പൈശാചികതയിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നുമൊക്കെ ഓടി അകന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല പോലെ പ്രവർത്തിക്കണം. നിങ്ങളെ ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.